തിരക്കേറിയ ഒരു നഗരത്തിന് മുകളിലൂടെ സ്വതന്ത്രമായി പറക്കുന്ന ഒരു പട്ടം കാറ്റുള്ളിടത്തെല്ലാം പറന്നുയരുന്നത് കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. ഈ നഗരത്തിൽ സോവാൻ എന്ന 8 വയസ്സുകാരി താമസിക്കുന്നു. പ്രായം കുറവാണെങ്കിലും അവൾ അസാധാരണമാംവിധം ബുദ്ധിമതിയാണ്. എല്ലാ ദിവസവും അവൾ തന്റെ ഉറ്റ സുഹൃത്തായ യൻസൂക്കിനൊപ്പം സ്കൂളിലേക്ക് നടന്നാണ് പോകുന്നത്. ഒരു ദിവസം രാവിലെ സോവാൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങുമ്പോൾ അവളുടെ അമ്മയോട് മുടി കെട്ടിവയ്ക്കാൻ ആവശ്യപ്പെടുന്നു. അവളുടെ അമ്മ ജോലിയിലും വീട്ടുജോലികളിലും വളരെ തിരക്കിലാണ്. സോവാനെ സഹായിക്കാൻ അമ്മയ്ക്ക് സമയമില്ല. അവളുടെ അച്ഛൻ ഇത് ശ്രദ്ധിക്കുകയും അവളുടെ മുടി കെട്ടിവയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. സോവാൻ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. പക്ഷേ പുറത്ത് മഴ പെയ്യുന്നു. അവളെ സ്കൂളിൽ വിടണോ എന്ന് അവളുടെ അമ്മ ചോദിക്കുന്നു. സോവാന് അമ്മയുടെ തിരക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവൾ വേഗം നടന്ന് 3 മിനിറ്റിനുള്ളിൽ സ്കൂളിൽ എത്തുമെന്ന് പറയുന്നു. സുരക്ഷിതമായതിനാൽ പ്രധാന വഴി സ്വീകരിക്കാൻ അവളുടെ അമ്മ അവളോട് പറയുന്നു. സോവാൻ സ്കൂളിലേക്ക് പോകുന്നു. പക്ഷേ അവളുടെ കൂട്ടുകാർ അവൾക്ക് മുമ്പേ എത്തിയിരിക്കുന്നു. അവൾ സ്കൂളിലേക്ക് നടക്കുമ്പോൾ ഒരു പുരുഷൻ അവളെ ദൂരെ നിന്ന് നോക്കുന്നു. അടുത്ത രംഗത്തിൽ കഥയുടെ തുടക്കത്തിൽ സ്വതന്ത്രമായി പറന്നുകൊണ്ടിരുന്ന പട്ടം ഇപ്പോൾ നനഞ്ഞ റോഡിൽ കിടക്കുന്നു. ആ മനുഷ്യൻ പട്ടം എടുത്ത് സോവാന്റെ അടുത്തേക്ക് വരുന്നു. അയാൾ അവളുടെ കുടയെ അഭിനന്ദിക്കുന്നു. അത് വളരെ മനോഹരമാണെന്ന് പറഞ്ഞു. അത് അവനുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. സ്കൂളിൽ പോകാൻ വൈകിയെന്ന് പറഞ്ഞ് സോവാൻ മാന്യമായി നിരസിക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ സ്കൂൾ കുറച്ചു ദൂരെയാണ്. പക്ഷേ കനത്ത മഴ കാരണം സ്കൂളിന് പുറത്തുള്ള പ്രദേശം ശൂന്യമായി. അടുത്ത സീനിൽ കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. സോവാന്റെ കുട പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അവളുടെ ബാഗും ഷൂസും സാധനങ്ങളും വിജനമായ സ്ഥലത്ത് ചിതറിക്കിടക്കുന്നു. അവളും അവിടെയുണ്ട്, പരിക്കേറ്റ് വിറയ്ക്കുന്നു. സോവാനും അവിടെയുണ്ട്, പരിക്കേറ്റ് വിറയ്ക്കുന്നു. അവസാന ശക്തിയും സംഭരിച്ച് അവൾ ഫോൺ ഉപയോഗിച്ച് സഹായത്തിനായി വിളിക്കുന്നു. നിമിഷങ്ങൾക്കുശേഷം ഒരു ആംബുലൻസ് എത്തി അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. സോവാന്റെ അമ്മ ആശുപത്രിയിൽ എത്തുമ്പോൾ മകളുടെ അവസ്ഥ കണ്ട് അമ്മ തകർന്നു പോകുന്നു. സോവാന്റെ ശരീരം മുറിവുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. അവൾ സഹിച്ച ക്രൂരതയുടെ തെളിവാണിത്. ആ മനുഷ്യൻ അവളെ ആക്രമിക്കുക മാത്രമല്ല, മരണത്തിന്റെ വക്കോളം അവളെ മർദ്ദിക്കുകയും ചെയ്തു. എന്നിട്ടും എന്തോ ഒരു അത്ഭുതത്താൽ സോവാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവളുടെ ജീവൻ രക്ഷിക്കാൻ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർമാർ അവളുടെ മാതാപിതാക്കളെ അറിയിക്കുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നാശനഷ്ടത്തിന്റെ വ്യാപ്തി അവർ വിശദീകരിക്കുന്നു. സോവാന്റെ ജീവൻ നിലനിർത്താൻ അവളുടെ കുടലിന്റെയും മലദ്വാരത്തിന്റെയും വലിയ ഭാഗങ്ങൾ നീക്കം ചെയ്ത് ഒരു കൃത്രിമ മലദ്വാരം സ്ഥാപിക്കേണ്ടിവന്നു. ഇനി അവളുടെ മാലിന്യം കൈകാര്യം ചെയ്യാൻ ഒരു ഓസ്റ്റോമി ബാഗും അവർ അവൾക്ക് ഘടിപ്പിച്ചു. ജീവിതകാലം മുഴുവൻ സോവാൻ ഈ അവസ്ഥയിൽ ജീവിക്കേണ്ടിവരുമെന്ന ഹൃദയഭേദകമായ വാർത്തയാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ദുരന്തത്തിന്റെ ഭാരം അവളുടെ മാതാപിതാക്കളുടെ മേൽ പതിക്കുന്നു. അവരുടെ ദുഃഖവും മുന്നോട്ടുള്ള നീണ്ട പാതയും അവരെ തളർത്തുന്നു. സോവാൻ ഒടുവിൽ ബോധം വീണ്ടെടുത്തപ്പോൾ അവളുടെ അച്ഛൻ അവളുടെ അരികിലേക്ക് പോയി. അവൾ അവനെ നോക്കി അച്ഛൻ ഇന്ന് ജോലിക്ക് പോയില്ലേ എന്ന് ചോദിക്കുന്നു. അവളുടെ ചോദ്യം കേട്ടപ്പോൾ അച്ഛൻ കുറ്റബോധം കൊണ്ട് നിറഞ്ഞു. അവൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നൽ. തന്നെ ഉപദ്രവിച്ച ആളെ പിടികൂടാൻ സോവാൻ ദുർബലമായ ശബ്ദത്തിൽ ആവശ്യപ്പെടുന്നു. അയാൾ ധാരാളം പോക്കറ്റുകളുള്ള പാൻസ് ധരിച്ചിട്ടുണ്ടെന്ന് അച്ഛനോട് പറയുന്നു. സോവാന്റെ അച്ഛൻ അവളോട് വിശ്രമിക്കാൻ പറയുന്നു. പക്ഷേ അവൾക്ക് വളരെ ഉറക്കം വരുന്നുണ്ടെന്ന് അവൾ നിർബന്ധിക്കുന്നു. ഉറങ്ങിപ്പോയാൽ സംഭവിച്ചതെല്ലാം അവൾ മറക്കുമെന്ന് അവൾ ഭയപ്പെടുന്നു. ഉള്ളിന്റെ ഉള്ളിൽ എന്തായാലും ആ മനുഷ്യനെ പിടികൂടണമെന്ന് സോവാൻ അതിയായി ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും ആളെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലില്ലെന്നും സോവാന്റെ മൊഴി തുടരേണ്ടതുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പിതാവിനോട് പറയുന്നു. സോവാന്റെ അച്ഛൻ ഇക്കാര്യം ഭാര്യയോട് പങ്കുവച്ചപ്പോൾ അമ്മ കോപാകുലയായി. ആ ഭയാനകമായ സംഭവം ഓർത്തുകൊണ്ട് മകൾ വീണ്ടും ആ ആഘാതം അനുഭവിക്കാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. അവർക്കിടയിൽ ചൂടേറിയ തർക്കം ഉടലെടുക്കുന്നു. മകൾ നേരിട്ട ഭീകരതയെ നേരിടാൻ അവർ രണ്ടുപേരും വൈകാരികമായി തകർന്നിരിക്കുകയാണെന്ന് വ്യക്തമാണ്. അവരുടെ പ്രശ്നങ്ങൾക്കിടയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സോവാന്റെ പിതാവിനെ സമീപിച്ച് വീട്ടിൽ പോയി സോവാന്റെ എല്ലാ കളിപ്പാട്ടങ്ങളും ശേഖരിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ നിർദ്ദേശിക്കുന്നു. സോവാന്റെ പിതാവ് കാരണം ചോദിച്ചു. സോവാനെ ചികിത്സിക്കുന്ന ഒരു വനിതാ സൈക്യാട്രിസ്റ്റാണ് അത് ആവശ്യപ്പെട്ടതെന്ന് ഓഫീസർ വിശദീകരിക്കുന്നു.
ആശയക്കുഴപ്പത്തിലാണെങ്കിലും എന്തു ചെയ്യാനും തയ്യാറുള്ള സോവാന്റെ അച്ഛൻ വീട്ടിലേക്ക് പോകുന്നു. അവിടെ സോവാന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടമായ കൊക്കോ മോങ് കണ്ടെത്തി അത് തന്റെ മകൾക്ക് എങ്ങനെയെങ്കിലും സഹായകരമാകുമെന്ന പ്രതീക്ഷയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ സോവാന്റെ ചികിത്സ ആരംഭിക്കാൻ ഒരു സൈക്യാട്രിസ്റ്റ് എത്തുന്നു. സോവാനുമായി ഒരു വിശ്വാസബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് സൈക്യാട്രിസ്റ്റ് സോവാനുമായി കളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. സൈക്യാട്രിസ്റ്റ് സോവാന്റെ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി വിടർത്തുന്ന അവളുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടം നൽകുന്നു. ക്രമേണ സൈക്യാട്രിസ്റ്റും സോവാന്റെയും സുഹൃത്തുക്കൾ ആയിത്തീരുന്നു. സൈക്യാട്രിസ്റ്റ് അവളെ അസ്വസ്ഥയാക്കാതെ സൗമ്യമായി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. മുഴുവൻ സെഷനും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ റെക്കോർഡ് ചെയ്യുന്നു. സൈക്യാട്രിസ്റ്റ് സോവാനെ വ്യത്യസ്ത ആളുകളുടെ ഫോട്ടോകൾ ഓരോന്നായി കാണിക്കുന്നു. തന്നെ വേദനിപ്പിച്ച ആളുടെ ഫോട്ടോ കണ്ടപ്പോൾ സോവാൻ ഉടനെ കണ്ണുകൾ അടയ്ക്കുന്നു. ഇയാളായിരിക്കണം കുറ്റവാളി എന്ന് സൈക്യാട്രിസ്റ്റിന് മനസ്സിലായി. സ്ഥിരീകരിക്കാൻ സോവാനെ ചെറിയ ഫോട്ടോകളുടെ ഒരു കൂട്ടം കാണിച്ച് ആ മനുഷ്യനെ തിരിച്ചറിയാൻ ആവശ്യപ്പെടുന്നു. വളരെ പ്രയാസത്തോടെയും വിറയ്ക്കുന്ന കൈകളോടെയും സോവാൻ പതുക്കെ വിരൽ ഉയർത്തി തന്റെ ജീവിതം നശിപ്പിച്ച രാക്ഷസനെ ചൂണ്ടിക്കാണിക്കുന്നു. സോവാന്റെ തിരിച്ചറിയൽ രേഖകൾ ലഭിച്ചതോടെ ഉത്തരവാദിയായ ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഒടുവിൽ മതിയായ തെളിവുകൾ ലഭിച്ചു. പോകുന്നതിനു മുമ്പ് സൈക്യാട്രിസ്റ്റ് സോവാന്റെ അച്ഛനുമായി സംസാരിക്കുന്നു. സോവാനിന് ശാരീരികമായും മാനസികമായും സുഖം പ്രാപിക്കാൻ സമയവും പിന്തുണയും ആവശ്യമാണെന്നും കുടുംബത്തിന്റെ പങ്കാളിത്തമില്ലാതെ അവളുടെ സുഖം പ്രാപിക്കൽ സാധ്യമല്ലെന്നും അവർ വിശദീകരിക്കുന്നു. സൈക്യാട്രിസ്റ്റ് തന്റെ കാർഡ് അച്ഛൻ കൊടുത്തു. സഹായത്തിനായി എപ്പോൾ വേണമെങ്കിലും എന്നെ ബന്ധപ്പെടാമെന്ന് സൈക്യാട്രിസ്റ്റ് അച്ഛൻ ഉറപ്പു നൽകുന്നു. എന്നിരുന്നാലും വിശദീകരിക്കുന്നു. സൈക്യാട്രിസ്റ്റ് തന്റെ കാർഡ് അച്ഛൻ കൊടുത്തു. സഹായത്തിനായി എപ്പോൾ വേണമെങ്കിലും എന്നെ ബന്ധപ്പെടാമെന്ന് സൈക്യാട്രിസ്റ്റ് അച്ഛൻ ഉറപ്പു നൽകുന്നു. എന്നിരുന്നാലും സോവാന്റെ അമ്മ ഈ സംഭാഷണം കേൾക്കുന്നു. ദേഷ്യവും നിരാശയും കൊണ്ട് അമ്മ കാർഡ് പിടിച്ചുപറിച്ച് സൈക്യാട്രിസ്റ്റിന് തിരികെ നൽകുന്നു. സഹായം നിരസിച്ചു. അതേസമയം പോലീസ് ബലാത്സംഗക്കാരനെ വിജയകരമായി പിടികൂടുകയും വാർത്താമാധ്യമങ്ങളിലേക്ക് വേഗത്തിൽ പടരുകയും ചെയ്യുന്നു. സംഭവം റിപ്പോർട്ട് ചെയ്യാൻ റിപ്പോർട്ടർമാർ ആശുപത്രിയിലേക്ക് തടിച്ചുകൂടുന്നു. സോവാന്റെ അച്ഛൻ ഇക്കാര്യം അറിഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെ കോലാഹലത്തിൽ നിന്ന് മകളെ രക്ഷിക്കാൻ ദൃഢനിശ്ചയത്തോടെ അച്ഛൻ ആശുപത്രിയിലേക്ക് ഓടുന്നു. സോവാനെ കൂടുതൽ ദോഷകരമായി ബാധിച്ചേക്കാവുന്ന ദുരന്തത്തെ പത്രങ്ങൾ എങ്ങനെ സെൻസേഷണലൈസ് ചെയ്യുമെന്ന് അച്ഛൻ അറിയാം. ആശുപത്രി ജീവനക്കാർ സോവാനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റാൻ ഒരുങ്ങുമ്പോൾ റിപ്പോർട്ടർമാരും പിന്നാലെ വന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുമെന്ന് മനസ്സിലാക്കിയ സോവാന്റെ അച്ഛൻ അവളെ തോളിലേറ്റി മുകളിലത്തെ നിലയിലെ ഒരു ഒറ്റപ്പെട്ട മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം സോവാന്റെ ഉള്ളിൽ ഭയവും ഉത്കണ്ഠയും നിറഞ്ഞു. സോവാൻ കണ്ണീരോടെ അച്ഛനെ നോക്കി അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അച്ഛൻ സൗമ്യമായി സോവാനെ ആശ്വസിപ്പിക്കുകയും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആശ്വസിപ്പിക്കുമ്പോൾ സോവാന്റെ മാലിന്യങ്ങൾ ശേഖരിക്കാൻ അതിൽ ഘടിപ്പിച്ചിരുന്ന ബാഗ് പെട്ടെന്ന് പൊട്ടി അതിലെ സാധനങ്ങൾ കിടക്കയിലേക്ക് ഒഴുകി. അവളുടെ അച്ഛൻ വേഗത്തിൽ ബാഗ് വൃത്തിയാക്കാനും മാറ്റിവെക്കാനും പോകുന്നു. അച്ഛൻ അവളുടെ വസ്ത്രങ്ങൾ തുറക്കാൻ തുടങ്ങുമ്പോൾ സോവാൻ പെട്ടെന്ന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന ഗുരുതരമായ അവസ്ഥ അനുഭവപ്പെടുന്നു. ആക്രമണത്തിന്റെ ഭയാനകമായ ഓർമ്മകൾ അവളുടെ മനസ്സിനെ നിറയ്ക്കുന്നു. സോവാൻ പൂർണ്ണമായും അസ്വസ്ഥനാകുന്നു. ആദ്യം അവളുടെ അച്ഛൻ ആശയക്കുഴപ്പത്തിലാകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അച്ഛൻ സങ്കടത്താൽ വിറച്ചുകൊണ്ട് പിന്നോട്ടു പോകുന്നു. ആ രാക്ഷസൻ അവശേഷിപ്പിച്ച മുറിവുകൾ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര ആഴമുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് പിതാവിന്റെ ഹൃദയം കഷണങ്ങളായി തകരുന്നു. വൈകുന്നേരം സോവാന്റെ അച്ഛൻ വീണ്ടും അവളുടെ മുറി സന്ദർശിക്കുമ്പോൾ സോവാൻ അച്ഛനെ കണ്ടയുടനെ ഒരു തുണികൊണ്ട് സ്വയം മൂടുന്നു. അവളുടെ പ്രതികരണം അച്ഛനെ വഴിതെറ്റിക്കുന്നു. പക്ഷേ അച്ഛൻ അവളോട് അവളുടെ അമ്മയ്ക്ക് സുഖമില്ലെന്നും കുറച്ചു ദിവസത്തേക്ക് അവളെ കാണാൻ കഴിയില്ലെന്നും സൗമ്യമായി പറയുന്നു. അവൾക്ക് ഉടൻ തന്നെ ഒരു ചെറിയ സഹോദരൻ ജനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. സോവാൻ മൗനം പാലിക്കുന്നു. അച്ഛന്റെ വാക്കുകൾക്ക് മറുപടി നൽകുന്നില്ല. രാവിലെ നടന്ന സംഭവം അവളെയും തന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവളുടെ അച്ഛൻ മനസ്സിലാക്കുന്നു. ആ ചിന്ത അച്ഛന്റെ ഹൃദയത്തെ തകർക്കുന്നു. പക്ഷേ അവൻ തന്റെ വേദന മറയ്ക്കാൻ ശ്രമിക്കുന്നു. സോവാനിനോട് അവൾ തന്നിൽ നിന്ന് മുഖം മറയ്ക്കേണ്ടതില്ലെന്ന് അച്ഛൻ മൃദുവായി പറയുന്നു. ആശുപത്രി ബില്ലുകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു. സോവാന്റെ അച്ഛൻ അവ അടയ്ക്കാൻ പാടുപെടുന്നു. സഹായത്തിനായി നിരാശനായ അച്ഛൻ കൂടെ ജോലി ചെയ്യുന്ന ഒരു അടുത്ത സുഹൃത്തിനെ വിളിക്കുന്നു. ഈ സുഹൃത്ത് മുമ്പ് അച്ഛനെ പിന്തുണച്ചിട്ടുണ്ട്. വീണ്ടും ഇടപെടാൻ മടിക്കുന്നില്ല. ജോലിയെക്കുറിച്ച് വിഷമിക്കേണ്ടെന്നും കാര്യങ്ങൾ ശരിയാകുന്നതുവരെ ജോലിസ്ഥലത്ത് എല്ലാം താൻ കൈകാര്യം ചെയ്യുമെന്നും സുഹൃത്ത് അച്ഛനോട് ആശ്വസിപ്പിക്കുന്നു.
കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സോവാനെ ആക്രമിച്ചയാൾക്കെതിരെ കോടതിയിൽ വാദം കേൾക്കുന്നു. ചോദ്യം ചെയ്തപ്പോൾ അയാൾ എല്ലാ കുറ്റങ്ങളും നിഷേധിക്കുന്നു. താൻ ഒരു നിർമ്മാണ സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെന്നും സംഭവദിവസം രാത്രി മുഴുവൻ അവിടെ ജോലി ചെയ്തിരുന്നെന്നും അയാൾ അവകാശപ്പെടുന്നു. രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം മദ്യപിച്ച് ഉറങ്ങാൻ കിടന്നുവെന്നും എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ലെന്നു പറഞ്ഞുകൊണ്ടാണെന്നും അയാൾ പറയുന്നു. എന്നിരുന്നാലും പോലീസ് അയാൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കുന്നു. സോവാന്റെ രക്തം വസ്ത്രങ്ങളിൽ കണ്ടെത്തിയതായി അവർ വെളിപ്പെടുത്തുന്നു. കൂടാതെ കുറ്റകൃത്യം നടന്ന സ്ഥലത്തുനിന്നുള്ള മണ്ണിന്റെ സാമ്പിളുകൾ അയാളുടെ ഷൂസിലെ മണ്ണുമായി പൊരുത്തപ്പെടുന്നു. തന്റെ പ്രതിരോധത്തിൽ തന്റെ ഷൂസ് മോഷ്ടിക്കപ്പെട്ടുവെന്നും പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് വീടിനു പുറത്ത് ദുരൂഹമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടെന്നും അയാൾ അവകാശപ്പെടുന്നു. പോലീസ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതായി അയാൾ ആരോപിക്കുന്നു. കോടതി മുറിയിലുള്ളവരിൽ സോവാന്റെ പിതാവിന്റെ സുഹൃത്തും ഉൾപ്പെടുന്നു. അയാൾ ആ മനുഷ്യന്റെ നുണകളിൽ കോപാകുലനാകുന്നു. കോപം നിയന്ത്രിക്കാൻ കഴിയാതെ സുഹൃത്ത് സ്വന്തം ഷൂ ഉരിമാറ്റി ആ മനുഷ്യന്റെ നേരെ എറിഞ്ഞു. "നീ സ്വയം മനുഷ്യൻ എന്ന് വിളിക്കാൻ ലജ്ജിക്കണം" എന്ന് അലറുന്നു. പോലീസ് ഇടപെട്ടതോടെ കോടതി മുറിയിൽ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. മറുവശത്ത് സോവാന്റെ അച്ഛൻ ആശുപത്രിയിൽ പോകുമ്പോൾ കാർട്ടൂൺ വസ്ത്രങ്ങൾ ധരിച്ച് സോവാനെ രസിപ്പിക്കുന്ന ചില ആളുകളെ അച്ഛൻ കാണുന്നു. സോവാൻ ഇതിൽ വളരെ സന്തുഷ്ടനാണ്. വാസ്തവത്തിൽ അത് അമ്മയും അവളുടെ സുഹൃത്തും ആശുപത്രിയിലെ ഒരു നഴ്സുമാണ്. ഇതെല്ലാം സോവാനിൽ നിന്ന് മൊഴി എടുക്കാൻ മുമ്പ് വന്ന സൈക്യാട്രിസ്റ്റാണ് ക്രമീകരിച്ചത്. അമ്മ വീണ്ടും സൈക്യാട്രിസ്റ്റിനെ വിളിച്ചിരുന്നു. സോവാനിന്റെ അമ്മ വസ്ത്രങ്ങൾ വാടകയ്ക്ക് എടുത്തിരുന്നു. സോവാനിന്റെ അച്ഛൻ അവയ്ക്ക് വാടക നൽകാൻ പോയപ്പോൾ അച്ഛൻ ഒരു വസ്ത്രത്തിന് ഒരു ദിവസത്തേക്ക് എത്ര വാടക നൽകുമെന്ന് ചോദിക്കുന്നു. ഒരു ദിവസത്തെ വാടക 2000 രൂപയാണെന്ന് വസ്ത്ര ഉടമ പറയുന്നു. പക്ഷേ സോവാനിന്റെ അച്ഛന്റെ പക്കൽ അത്രയും പണമില്ല. വസ്ത്രത്തിന് തവണകളായി പണം നൽകാൻ കഴിയുമോ എന്ന് അച്ഛൻ ചോദിക്കുന്നു. ഇത് കേട്ടപ്പോൾ വസ്ത്ര ഉടമ അച്ഛന്റെ പക്കൽ പണമില്ലെന്ന് മനസ്സിലാക്കുന്നു. പിതാവിന്റെ സാഹചര്യം അറിഞ്ഞുകൊണ്ട് സഹായിക്കാൻ തീരുമാനിക്കുന്നു. കൊക്കോ മോങ്ങിന്റെ വസ്ത്രങ്ങളിൽ ഒന്ന് ഉടമ അച്ഛൻ സൗജന്യമായി നൽകുന്നു. ജോലി പൂർത്തിയായിക്കഴിഞ്ഞാൽ അത് തിരികെ നൽകാമെന്ന് പറഞ്ഞു. ഇതിനുശേഷം സോവാന്റെ അച്ഛൻ കൊക്കോ മോങ് വേഷം ധരിച്ച് അവളുടെ മുറിയിലേക്ക് വരുന്നു. സോവാൻ അത് കണ്ട് സന്തോഷിക്കുന്നു. അവൾ ഉടൻ തന്നെ കൊക്കോ മോങ്ങിനെ കെട്ടിപ്പിടിക്കുന്നു. അവളുടെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിക്കുന്നു. പിറ്റേന്ന് രാവിലെ വനിതാ സൈക്യാട്രിസ്റ്റ് സോവാനുമായി സംസാരിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്നു. സംഭാഷണത്തിനിടയിൽ സൈക്യാട്രിസ്റ്റ് സോവാനോട് സൗമ്യമായി പറയുന്നു അവളുടെ വേനൽക്കാല അവധിക്കാലം അവസാനിക്കുകയാണെന്നും സ്കൂളിലെ ആദ്യ ദിവസം അടുത്തുവെന്നും. സോവാനോട് വീണ്ടും സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സൈക്യാട്രിസ്റ്റ് ചോദിക്കുന്നു. സോവാൻ ഉടൻ തന്നെ വിസമ്മതിക്കുന്നു. തന്റെ എല്ലാ സുഹൃത്തുക്കളും തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കേട്ടിട്ടുണ്ടാകുമെന്ന് അവൾക്ക് തോന്നുന്നു. അവരെ നേരിടണമെന്ന ചിന്ത അവളെ നാണക്കേടിൽ ആഴ്ത്തുന്നു. ആശുപത്രിയിൽ അവൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് സൈക്യാട്രിസ്റ്റ് ചോദിച്ചപ്പോൾ സോവാൻ മനസ്സ് തുറക്കുന്നു. മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തത് തനിക്ക് കുറ്റബോധം തോന്നുന്നുവെന്ന് അവൾ സൈക്യാട്രിസ്റ്റിനോട് പറയുന്നു. ആശുപത്രി ബില്ലുകൾ കുന്നുകൂടുന്നുണ്ടെന്നും അത് അടയ്ക്കാൻ മാതാപിതാക്കൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും അവൾക്കറിയാം. താൻ കാരണം മാതാപിതാക്കൾ കഷ്ടപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് സോവാൻ സമ്മതിക്കുന്നു. പക്ഷേ തനിക്ക് ഒരിക്കലും തിരിച്ചുവരാൻ കഴിയില്ലെന്ന് അവൾ ഭയപ്പെടുന്നു. 2 ദിവസത്തിനു ശേഷം സോവാൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. അവളുടെ അമ്മയും അച്ഛനും അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തുന്നു. പക്ഷേ സോവാൻ ഇപ്പോഴും അവളുടെ അച്ഛനെ നോക്കുന്നില്ല. അവർ കാറിൽ പോകുമ്പോൾ സോവാന്റെ അച്ഛൻ അവളുടെ ഭയം കുറയ്ക്കാൻ അവർക്കിടയിൽ ഒരു കർട്ടൻ ഇടുന്നു. സംഭവം നടന്ന സ്ഥലം കടന്നുപോകുമ്പോൾ സോവാന്റെ ആരോഗ്യം വീണ്ടും വഷളാകാൻ തുടങ്ങുന്നു. അവളുടെ വിഷമം മനസ്സിലാക്കിയ സോവാന്റെ അച്ഛൻ അവളെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കാൻ ഉടൻ തന്നെ കാർ വേഗത്തിലാക്കുന്നു. വീട്ടിലെത്തിയ സോവാൻ കാറിൽ നിന്നിറങ്ങി ഉടൻ തന്നെ ഛർദ്ദിക്കാൻ തുടങ്ങി. പക്ഷേ സോവാനും അമ്മയും ആ നിമിഷത്തെ പ്രകാശപൂരിതമാക്കുന്ന എന്തോ ഒന്ന് ശ്രദ്ധിച്ചു. അവരുടെ കടയുടെ ചുമരിൽ സോവാന്റെ സുഹൃത്ത് ഇട്ട മധുരമുള്ള പ്രോത്സാഹന കുറിപ്പുകൾ ധാരാളം ഉണ്ട്. ഈ ഹൃദയംഗമമായ സന്ദേശങ്ങൾ കണ്ട് സോവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നു. പിറ്റേന്ന് രാവിലെ സോവാന്റെ ഉറ്റ സുഹൃത്ത് എങ്സുക്ക് സോവാന്റെ അച്ഛനെ കാണാൻ വരുന്നു. കുറ്റബോധം കൊണ്ട് അവൻ കണ്ണീരോടെ പറയുന്നു, അന്ന് സോവാനോടൊപ്പം സ്കൂളിൽ പോയിരുന്നെങ്കിൽ ഈ ഭയാനകമായ സംഭവം സംഭവിക്കില്ലായിരുന്നു. അവൻ അനിയന്ത്രിതമായി കരയാൻ തുടങ്ങുന്നു. സോവാന്റെ അച്ഛൻ അവനെ സൗമ്യമായി ആശ്വസിപ്പിക്കുന്നു. അത് അവന്റെ തെറ്റില്ലെന്നും അവൻ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും. സോവാന്റെ സുഹൃത്ത് അവൾക്ക് ധാരാളം ആശംസാ കാർഡുകൾ അയക്കുന്നു. അത് അവളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു.
പിറ്റേന്ന് രാവിലെ അവൾ അമ്മായിയോടൊപ്പം സ്കൂളിൽ പോകുന്നു. എന്നിരുന്നാലും സോവാൻ അവളുടെ ഓസ്റ്റമി ബാഗ് കാരണം അസ്വസ്ഥനാകാൻ തുടങ്ങുന്നു. ഉത്തരം ഇല്ലാത്തതിനാൽ അവളുടെ സുഹൃത്തുക്കൾ അവളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയണമെന്ന് അവൾ വിഷമിക്കുന്നു. മാത്രമല്ല, അവളുടെ കൂട്ടുകാർ തന്നെ വിചിത്രമായി നോക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. അത് അവൾക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. പക്ഷേ അവൾക്ക് അമിതഭാരം തോന്നാൻ തുടങ്ങുമ്പോൾ അവളുടെ അച്ഛൻ കൊക്കോമോങ് വേഷം ധരിച്ച് പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവളുടെ ആത്മാവിനെ ഉയർത്തുകയും അവൾക്ക് ആവശ്യമായ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും സോവാൻസിന്റെ അച്ഛൻ അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് അവളുടെ ഏകാന്ത കുറയ്ക്കുന്നതിനാണ്. അവളുടെ ആശ്വാസം ഉറപ്പാക്കാൻ സോവാൻസിനെ പുരുഷ അധ്യാപകനിൽ നിന്ന് അല്പം അകറ്റി നിർത്തണമെന്ന് അദ്ദേഹം സ്കൂൾ തത്വത്തിൽ അഭ്യർത്ഥിക്കുന്നു. സോവാൻസിന്റെ ഉത്കണ്ഠ കൂടുതൽ ലഘൂകരിക്കാൻ അവളുടെ അച്ഛൻ അവൾക്ക് ഒരു വേസ്റ്റ് ബാഗ് വാങ്ങി അതിൽ ചോക്ലേറ്റുകൾ നിറയ്ക്കുന്നു. അങ്ങനെ അവളുടെ സുഹൃത്തുക്കൾ അവളോട് ബാഗിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ട്രീറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് അവൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. സോവാന്റെ അച്ഛൻ അവൾക്ക് ഒരിക്കലും നാണക്കേടോ സ്ഥലക്കുറവോ തോന്നാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. അടുത്ത ദിവസം സോവാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അവളുടെ സുഹൃത്തുക്കൾ അവളുടെ അരയിലെ ബാഗിൽ എന്താണെന്ന് ചോദിക്കുന്നു. സോവാൻ ആത്മവിശ്വാസത്തോടെ ചോക്ലേറ്റ് ഉണ്ടെന്ന് പറയുന്നു. അവൾ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് അത് കൂട്ടുകാരുമായി പങ്കുവച്ച് യങ്സുക്കിനൊപ്പം സ്കൂളിലേക്ക് പോകുന്നു. യാത്രയിലുടനീളം സോവാൻ അച്ഛൻ ഇപ്പോഴും കൊക്കോമോങ് വേഷത്തിലാണ് അവളെ രസിപ്പിക്കുകയും അവളുടെ സുഹൃത്ത് അവളോടൊപ്പമുണ്ടെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. എന്നിരുന്നാലും തന്റെ അച്ഛൻ വസ്ത്രത്തിനുള്ളിൽ ഉണ്ടെന്ന് സോവാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. അവൾ പലതവണ കൊക്കോമോങ്ങിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ വസ്ത്രം പ്രതികരിക്കുന്നില്ല. കൗതുകത്തോടെ സോവാൻ അമ്മയുടെ കടയിലേക്ക് കൊക്കോമോങ്ങുമായി പോയി വസ്ത്രത്തിനുള്ളിൽ അച്ഛനാണോ എന്ന് ചോദിക്കുന്നു. സോവാൻ അമ്മ മുഖം മൂടി നീക്കം ചെയ്യുന്നു. സ്യൂട്ടിനുള്ളിലെ ചൂടിൽ വിയർപ്പിൽ നനഞ്ഞിരിക്കുന്ന അച്ഛൻ അതിൽ പ്രത്യക്ഷപ്പെടുന്നു. തന്റെ അച്ഛന്റെ ചൂടിൽ വിയർപ്പിൽ നനഞ്ഞിരിക്കുന്ന അച്ഛൻ അതിൽ പ്രത്യക്ഷപ്പെടുന്നു. തന്റെ അച്ഛന്റെ ഈ അവസ്ഥ കണ്ടുവാൻ പതുക്കെ അവന്റെ അടുത്തേക്ക് പോയി അച്ഛന്റെ മുഖത്ത് നിന്ന് വിയർപ്പ് തുടച്ചു. ആ നിമിഷം സോവാനും അവളുടെ അച്ഛനും തമ്മിലുള്ള വൈകാരിക അകലം ഒടുവിൽ കുറയാൻ തുടങ്ങുന്നു. അവർ വീണ്ടും ഒന്നിക്കുന്നു. അടുത്ത സീനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സോവാൻസിന്റെ അച്ഛനെ കാണാൻ വിളിക്കുകയും ബലാത്സംഗ കേസ് ദുർബലമാക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ബലാത്സംഗം ചെയ്തയാൾ ശാരീരികമായോ മാനസികമായോ അസ്ഥിരനാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുന്നു. ഈ അവകാശവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് സോവാൻ ഇപ്പോൾ കോടതിയിൽ സാക്ഷ്യപ്പെടുത്തേണ്ടിവരും. തന്റെ മകൾക്ക് ഇത് ശരിയായ വഴിയല്ലെന്ന് സോവാൻ പിതാവിന് അറിയാം. മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ സോവാൻ പിതാവ് ബലാത്സംഗക്കാരനെ കാണാൻ ജയിലിലേക്ക് പോകുന്നു. ഒരു മൃഗം മാത്രമേ അത്തരമൊരു അവകാശവാദം ഉന്നയിക്കൂ എന്ന് അവകാശപ്പെടുന്ന താൻ നിരപരാധിയാണെന്ന് ആ മനുഷ്യൻ സോവാൻ പിതാവിനോട് പറയുന്നു. എന്നിരുന്നാലും അടുത്ത ശ്വാസത്തിൽ അയാൾ ഒരു വിട്ടുവീഴ്ച നിർദ്ദേശിക്കുന്നു. അയാൾ ഇപ്പോൾ പണമൊന്നുമില്ലെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സോവാൻ പിതാവിന് ഇഷ്ടമുള്ളത്ര പണം നൽകുമെന്ന് അദ്ദേഹം പറയുന്നു. സോവാൻ പിതാവ് തന്റെ വാക്കുകളിൽ നിന്ന് ആ മനുഷ്യൻ എല്ലാം ഓർക്കുന്നുണ്ടെന്നും തന്റെ ഓർമ്മയെക്കുറിച്ച് കള്ളം പറയുകയാണെന്നും മനസ്സിലാക്കുന്നു. തുടർന്ന് ബലാത്സംഗം ചെയ്തയാൾ സോവാൻ പിതാവിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. താൻ ഉടൻ ജയിലിൽ നിന്ന് പുറത്തുപോകുമെന്നും തന്റെ പ്രവൃത്തികൾ ആവർത്തിക്കാമെന്നും പറഞ്ഞു. ബലാത്സംഗകാരിയുടെ വാക്കുകൾ കേട്ട് അച്ഛൻ കോപാകുലനായി ജയിലിന്റെ ഗ്ലാസ് ഒരു കസേര ഉപയോഗിച്ച് തകർക്കാൻ തുടങ്ങുന്നു. അടുത്ത സീനിൽ ബലാത്സംഗകാരിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്നു. ഇത്തവണ സോവാനെയും സാക്ഷി പറയാൻ വിളിക്കുന്നു. അവൾ ഏറ്റവും കൂടുതൽ ബലാത്സംഗം ചെയ്തയാളെ തിരിച്ചറിയുകയും കോടതി അവനെ കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഏറ്റവും വെറുപ്പുളവാക്കുന്ന കുറ്റകൃത്യമായ ബലാത്സംഗക്കാരൻ 12 വർഷം തടവ് മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. ഈ തീരുമാനം കോടതി മുറിയിലുള്ള എല്ലാവരെയും പ്രകോപിപ്പിക്കുന്നു. സോവാൻ പിതാവ് ബലാത്സംഗകാരിയെ കൊല്ലാൻ മുന്നോട്ടു നീങ്ങുന്നു. പക്ഷേ അയാൾ ബലാത്സംഗകാരിയെ സമീപിക്കാൻ തുടങ്ങുമ്പോൾ സോവാൻ മുന്നോട്ടു വന്ന് അച്ഛനോട് വീട്ടിലേക്ക് പോകാൻ അപേക്ഷിക്കുന്നു. വികാരാധീനയായ അവളുടെ അച്ഛൻ നിർത്തി മകളെ മുറുകെ കെട്ടിപ്പിടിക്കുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം സോവാൻ അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഇപ്പോൾ സോവാന് ഒരു സഹോദരനുണ്ട്. അവളുടെ സഹോദരനെ കണ്ടതിൽ അവൾ വളരെ സന്തോഷവതിയാണ്. എല്ലാം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതായി തോന്നുന്നു. എന്നിരുന്നാലും ഉപരിതലത്തിനടിയിൽ യാഥാർത്ഥ്യം വ്യത്യസ്തമാണ്. സോവാൻ പലപ്പോഴും സ്കൂൾ അവസാനിക്കുന്നതിന് മുമ്പ് പോകും. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.
കണ്ടതിന് നന്ദി.